നമസ്കാരം, എൻ്റെ പേര് ഷിംജോ ജെയിംസ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ചർച്ചയിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ പി വിജയൻ സാറാണ്. നമസ്കാരം സാർ. നമ്മൾ മുമ്പൊരു സമയത്ത് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ജനറേഷൻ ഗ്യാപ്പിനെ പറ്റിയിട്ട്. അന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് എന്താണ് പാരൻറ്റിങ്. എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ അവരെ നല്ലൊരു പൗരന്മാരായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് സാർ പ്ലീസ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളെ നമ്മൾ എവിടേക്ക് തിരിച്ചു വിടുന്നു എന്നുള്ളത്, അപ്പോൾ നമ്മൾ സ്കൂളാണല്ലോ ഇതിനെല്ലാം ഒരു ഇതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്കൂളിനെതിരെ ലോകം മുഴുവനും വലിയ ക്രിറ്റിസിസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതാണെങ്കിൽ കുട്ടികൾ പഠിക്കേണ്ട ഫൗണ്ടേഷണൽ അക്കാഡമിക് സ്കിൽസ് കിട്ടണം. ഒരു ലിറ്റററി സ്കിൽസ്, റീഡിങ്, റൈറ്റിങ്, കോംപ്രിഹെൻഷൻ, പിന്നെ ഈ എസെൻഷ്യൽസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതുപോലെ ഇൻഫർമേഷൻ മനസ്സിലാക്കാനായിട്ട് ഇതിനൊക്കെയുള്ള. പിന്നെ നമുക്ക് ന്യൂമറിക്കൽ സ്കിൽസ് വേണം, മാത്സ്, ലോജിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ അവിടെ നമുക്ക് സയൻറ്റിഫിക് മെത്തേഡ്സ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വേണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഇന്നത്തെ കാലത്ത് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് ഒരു ടെക്നോളജി, പർട്ടിക്കുലർലി ഡിജിറ്റൽ ലിറ്ററസി. അതുകൊണ്ട് സ്കൂളിലൊക്കെ കോഡിങ്ങും പൈത്തണും അതുപോലെ തന്നെ സ്ക്രാച്ചും എല്ലാം ഉണ്ട്, ജാവാ സ്ക്രിപ്റ്റും ഒക്കെ സ്കൂളുകളിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ഇതാണ് നമുക്ക് വരുമ്പോഴത്തേക്ക് AI ആൻഡ് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ഈ സംഭവങ്ങളൊക്കെ മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് ത്രെഡ്സ് വരാവുന്ന രീതിയതായതുകൊണ്ട് സൈബർ സെക്യൂരിറ്റിയും കുട്ടികൾ പഠിക്കാനായിട്ട്, ഡാറ്റ പ്രൈവസി, ഓൺലൈൻ സേഫ്റ്റി, എത്തിക്കൽ ഡിജിറ്റൽ ബിഹേവിയർ. കാരണം ബിഹേവിയർ കൂടുതൽ നമ്മളിപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഡിജിറ്റലാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ ക്രിയേറ്റിവിറ്റി സ്കിൽസ്, ലൈക്ക് വീഡിയോ എഡിറ്റിംഗ്, അതൊക്കെ എല്ലാവർക്കും വേണ്ട. ഗ്രാഫിക് ഡിസൈന്, ഡിജിറ്റൽ സ്റ്റോറി ടെല്ലിങ്, ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. കുട്ടിക്ക് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഏതൊക്കെ മേഖല ഉണ്ട്, ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിൾ ലിവിങ്, വേസ്റ്റ് റിഡക്ഷന്, റീസൈക്ലിങ്, ഇതെല്ലാം നമ്മുടെ കൺസംഷൻസ്, റിന്യൂവബിൾ എനർജി, ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്, സോളാർ, അതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ട് എനർജി കിട്ടാവുന്ന വിൻഡ്, ഇങ്ങനെയുള്ള സാമാന്യ ബോധങ്ങളെല്ലാം കുട്ടി പഠിച്ചിരിക്കേണ്ടതുണ്ട്. ആഗ്രികൾച്ചർ, ഫുഡ് സിസ്റ്റം, അപ്പം ഫുഡ് എവിടുന്ന് വരുന്നു, ഇതിനെക്കുറിച്ചുള്ള ഇക്കോ ഫ്രണ്ട്ലി ലീവിങ്, ഇതെല്ലാം കുട്ടിക്ക് ഇതിനെല്ലാം ഏതൊക്കെ മേഖലയിൽ വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് കൊടുക്കണമല്ലോ പേരൻ്റ് എപ്പോഴും. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ബേസിക് ഫിലോസഫി, അനലിറ്റിക്കലായിട്ട് കാണുന്നതിന് നമ്മൾ ലാറ്ററൽ തിങ്കിങ്, ഇതൊക്കെ നമ്മൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഇതൊക്കെ ഉപരിയായിട്ട് നമ്മൾ പേരൻ്റ് തന്നെ കൊടുക്കേണ്ട, ഫാമിലിക്ക് അകത്തുനിന്ന് കിട്ടേണ്ട വിഷയം. ഇതെല്ലാം നമുക്ക് ഇത്രയും പറഞ്ഞെല്ലാം നമുക്ക് സ്കൂളുകളിൽ നിന്നും ലേണിംഗ് സിസ്റ്റത്തിൽ നിന്നും കിട്ടേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം വളരെ ഇതായിട്ട്, ഇന്നിപ്പോൾ നമ്മൾ CBSE സിലബസിൽ ഏത് സിസ്റ്റത്തിൻ്റെ അടുത്ത് 12th വരെയുള്ള പഠനം മുഴുവൻ എടുത്ത് നോക്കിക്കോ, നമുക്ക് ഹാംഫുള്ളായിട്ടുള്ള ഏതെല്ലാം ഫുഡ് ഉണ്ട്, ദോഷമുള്ളത്, നമുക്ക് ഗുണകരമായിട്ടുള്ള ഏതെല്ലാം ഫുഡ് കഴിക്കണം, വാട്ട് ടു ഈറ്റ് ആൻഡ് വാട്ട് ടു നോട്ട് ടു ഈറ്റ് എന്നുള്ളതിനെക്കുറിച്ച്, അതല്ല ഏറ്റവും ബേസിക് സ്കില്ലെന്ന് പറഞ്ഞാൽ അതില്ല. രണ്ടാമതായിട്ട് എങ്ങനെയാണ് മൈൻഡ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൈൻഡിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ കഴിഞ്ഞും ഭയങ്കര കൂടുതലാണ് ഐഡിയ പൊല്യൂഷൻ. ആവശ്യമില്ലാത്ത ഐഡിയാസ് കയറി വന്ന് അത് നമ്മുടെ മൈൻഡിനെ ഒരുപാട് പൊള്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മൈൻഡുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഐഡിയ പൊല്യൂഷനെ കുറിച്ച്, അറ്റ്മോസ്ഫിയർ പൊല്യൂഷനെ കഴിഞ്ഞ് ഭയങ്കര മാരകമാണിത്. അത് ആവശ്യമില്ലാത്ത ചിന്തകൾ കുട്ടികളുടെ മനസ്സിലേക്ക്, ആവശ്യമില്ലാത്ത ഐഡിയാസ് കയറി പോകുന്നത് എല്ലാവരും സംബന്ധിച്ചിടത്തോളം. പിന്നെ ഓവർ ഇൻഫർമേഷൻ, വേണ്ടതും വേണ്ടാത്തതും എല്ലാമായിട്ടുള്ള ചിന്തകൾ, ഇൻഫർമേഷൻ, സോഷ്യൽ മീഡിയ, ഒരു മൊബൈൽ യൂസേജ്, അങ്ങനെ ഒന്നിനെ അങ്ങ് എടുത്ത് പറയുന്നത് നല്ലത്. അത് ഇങ്ങനെ എടുത്ത് പറയാൻ നല്ല, നമ്മൾ ഏതാ വേണ്ടത് നമ്മൾ തീരുമാനിക്കണം. ഓവർ ഇൻഫർമേഷൻ. ഇനി അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്കില്ല. അതൊരു വിവാഹ ജീവിതത്തിൽ പിന്നെ എന്തൊക്കെ വേണം, എന്തൊക്കെ പാടില്ല, അതിൻ്റെ ബേസിക് കാര്യങ്ങളെക്കുറിച്ച് ഒരു ട്രെയിനിങ്ങും സ്കൂളിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഫുഡ്, ഇതുപോലെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച്, അത് നമുക്ക് സ്കൂളിലെ പുസ്തകത്തിൽ നിന്നും പഠിക്കാവുന്നതല്ല. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞ ഇതെല്ലാം പാരൻറ്റിങ്ങിനകത്ത് വരേണ്ട സോഷ്യൽ സ്കിൽസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, സെൽഫ് അവെയർനെസ്, എമ്പതി, ഇതൊക്കെ
അപ്പം ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എങ്ങനെയാണ് നമുക്ക് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് ടീം വർക്ക് കൊളാബറേഷൻ ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ സിറ്റിസൺഷിപ്പ് ആൻഡ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ പൊതുവേ ഇന്ത്യ ഒരു ബഹുസ്വര സൊസൈറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം. മൾട്ടിപ്പിൾ ലാംഗ്വേജ് പഠിക്കണം, ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കണം, കൾച്ചറൽ സ്റ്റഡീസ് ചെയ്യണം, ട്രഡീഷൻസ്, കസ്റ്റംസ്. അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ പുതിയ വസ്ത്രം ഇട്ടുകൊണ്ട് ഓണം ആഘോഷിച്ചുകൊണ്ട് അതിൻ്റെ പുറകിലുള്ള എന്താണ്, എവിടുന്ന് വരുന്നത് എന്താണ്, പിന്നെ ഗ്ലോബൽ ഇഷ്യൂസ്, പിന്നെ എത്തിക്സ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി, ഈ കാര്യങ്ങൾ നമ്മളിതെല്ലാം പേരൻസിൽ നിന്ന് കിട്ടേണ്ടതാണ്. സ്കൂളിൽ ഒട്ടും പഠിപ്പിക്കാത്തൊരു സബ്ജക്റ്റാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. അപ്പം സ്കൂളുകൾ ഉണ്ടായത് കാലം മുതൽ ഫാക്ടറി ജീവനക്കാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റിയും പ്രവർത്തിക്കുന്നത് ഈ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ട്രെയിനിങ്. അല്ലാതെ സമീകൃതമായ ഒരു മനുഷ്യൻ്റെ എല്ലാ വശവും സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയോ കൊടുക്കുന്നില്ല. നമ്മുടെ നാടിനൊരു ഫെയിലിയർ തന്നെ പറയാമല്ലോ സാറേ. നമ്മുടെ നാടിൻ്റെ കാര്യം മാത്രമല്ല, മറ്റ് കൺട്രീസിൽ അമേരിക്കയുടെ കാര്യം ഇത് തന്നെയാണ്. യെസ്, അമേരിക്കയുടെ കാര്യം ബ്രിട്ടൻ്റെ കാര്യം എല്ലാം ഇതാണ്. അവിടുത്തെ സ്കൂളുകളും കോളേജുകളും എല്ലാം പ്രവർത്തിക്കുന്നത് ബേസിക്കലി ഫാക്ടറിയിലുള്ള ജോലിക്കാരെ പോലെ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ജോലിക്കാരെ. സ്ലേവ്സ് പണ്ടുണ്ടായിരുന്നു, ഡിഗ്നിഫൈഡ് സ്ലേവ്സ്, ഡിഫറെൻറ്റ് സ്ലേവ്സിനെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഏത് രാജ്യമാണ് സാർ ഇത് കുട്ടികളുടെ ചെറുപ്പം മുതലേ എല്ലാ ഭാഗങ്ങളിലും ഒരു ശ്രദ്ധ കൊടുത്തുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ജപ്പാൻ വേണേൽ അങ്ങനെ എടുക്കാം. കുട്ടികളെ വളരെ പ്രാക്ടിക്കലായിട്ട് വളർത്തുന്നുണ്ട്. പിന്നെ അവിടുത്തെ വേറൊരു കാര്യം വെച്ചാൽ ഇവിടെ ഒരാൾ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് വന്നു. അയാൾ കുറച്ച് കഴിയുമ്പോൾ CI ആയി, DYSP ആയി, SP ആയി. പിന്നെ അയാൾ ഒരിക്കലും ഒരു സബ് ഇൻസ്പെക്ടറുടെ ജോലി ചെയ്യാൻ അയാൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് അല്ല. പക്ഷേ ജപ്പാനിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ജപ്പാനിൽ ഞാൻ അറിയാവുന്ന ജപ്പാനീസ് ലാംഗ്വേജ് വെച്ച് സോഷ്യലൈസ് ചെയ്ത് പരിചയപ്പെട്ടപ്പോൾ അവിടുത്തെ ടാക്സി ഓടിക്കുന്ന ഒരുപാട് ഡ്രൈവേഴ്സ്, നമ്മളവിടുത്തെ ടാക്സി ഡ്രൈവർ നിങ്ങൾ നെറ്റിലെടുത്ത് നോക്കണം. കോട്ടൊക്കെ ഇട്ട്, ഫുൾ സ്യൂട്ടൊക്കെ ഇട്ട്, കയ്യിൽ ഗ്ലൗസും ഒക്കെ ഇട്ട്, വെള്ള ഗ്ലൗസും ഒക്കെ ഇട്ട്, കൈയൊക്കെ ഇട്ട്, തൊപ്പിയും വെച്ച് ഉണ്ടായിട്ടിരിക്കുക. എത്ര ഭംഗിയായിട്ടാണ്, എത്ര ആയിരം വണ്ടികളിങ്ങനെ അവർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ എറ്റിക്കേറ്റും മാനേഴ്സും അവർ പരിചയപ്പെടുമ്പോൾ അറിയാം അവർ മറ്റു ഫാക്ടറിയിലൊക്കെ മാനേജറൊക്കെ ആയിട്ടിരുന്ന കക്ഷികളാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കമ്പനിക്ക് അവരെ വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് മൊബിലിറ്റി ഇതൊന്നും നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടില്ല, ഹയറാർക്കി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ ലിറ്ററസിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം. നമുക്ക് ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആവശ്യമുള്ള ഒരു 70 വയസ്സിന് ശേഷമാണ്. അവിടത്തേക്ക് വേണ്ടി നമ്മൾ വളരെ നേരത്തെ തന്നെ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ടോ. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? നമ്മൾ കുട്ടി വളരുന്ന കൂടെ നമുക്ക് സമ്പത്തിനെ വളർത്താൻ പറ്റുമോ? ആന്ത്രപ്രണറിയൽ മൈൻഡ് സെറ്റ്, ഇതൊന്നും സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല നമുക്ക്. ബിസിനസ് ബേസിക്സ്, ഇക്കണോമിക്സ്, ട്രേഡ്, ഗ്ലോബൽ ഇക്കോണമി. അപ്പോൾ അതുപോലെ നമുക്ക് ഹെൽത്ത് ആൻഡ് വെൽനെസ് ആൻഡ് ന്യൂട്രീഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിറ്റ്നസ്, സ്പോർട്സ്, ഹെൽത്തി ഹാബിറ്റ്സ്, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്, സ്ട്രെസ്സ് മാനേജ് ചെയ്യാനുള്ള അവയർനെസ്. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. വേറൊരു ഇതിൽ നമ്മൾ പറയണം. മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച്, ഇമോഷണൽ കെയറിനെ കുറിച്ച്, നമുക്ക് ന്യൂട്രീഷൻ, കുക്കിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഹെൽത്തി ഈറ്റിങ്ങിനെ കുറിച്ച്, മീൽ പ്രിപ്പറേഷനെ കുറിച്ച്, പിന്നെ അഡാപ്റ്റബിലിറ്റി. കാരണം ഇന്നത്തെ നോളജ് നാളെ മിസ്ഇൻഫർമേഷൻ ആവുക. നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്താലേ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ അഡാപ്റ്റബിലിറ്റി വെച്ചിട്ട് അതിനെ മാറ്റണം. ലൈഫ് ലോങ് ലേണിംഗ് ആവശ്യമാണ്. അപ്പോൾ ലേൺ ഹൗ ടു ലേൺ ന്യൂ ടെക്നിക്സ് ആൻഡ് ഇഫക്റ്റീവ് കണ്ടിന്യൂസ് ലേണിംഗ്, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ പലപ്പോഴും മനസ്സിന് ഭയങ്കര വിഷമങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റെസീലിയൻസ്, പൂർവ്വസ്ഥിതിയിലേക്ക് വരാനുള്ള, ബൗൺസിങ് ബാക്ക് ഫ്രം ദ ഫെയിലിയർ. പിന്നെ കുട്ടികളിൽ ക്യൂരിയോസിറ്റി ആൻഡ് ഓപ്പൺനെസ് ടു ന്യൂ എക്സ്പീരിയൻസസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷൻസ് കൊണ്ടുവരിക. ആർട്ട്, ഡിസൈൻ, ഡ്രോയിങ്സ്, മ്യൂസിക്, ക്രാഫ്റ്റ്സ്, പെർഫോമിംഗ് ആർട്സ്. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്കും പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. ബ്രെയിൻ സ്റ്റോം ചെയ്യുക, മൈൻഡ് മാപ്പിംഗ് ആൻഡ് ഡിസൈൻ, സ്റ്റോറി ടെല്ലിങ്ങും, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഹയസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറയുക. പുതിയ ടെക്നോളജിയൊക്കെ എമേർജ് ചെയ്യുമ്പോൾ എത്തിക്സ് എന്തൊക്കെ പാലിക്കണം, AI-ക്കകത്തൊക്കെ എന്തൊക്കെ എത്തിക്സ് വരണം,
AI റോബോട്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഡാറ്റ എത്തിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡാറ്റ അത്യാവശ്യം അനലിറ്റിക്കൽ സ്കിൽസ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, റീഡിങ്, അതിന് നമുക്ക് ചാർട്ടുകളെയും ഗ്രാഫുകളെയും സ്റ്റാറ്റിസ്റ്റിക്സിനെയും ഡാറ്റ സയൻസിനെ മനസ്സിലാക്കാനുള്ള കഴിവുകൾ, ഇങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ടിപ്സ്, പഠിച്ച കാര്യങ്ങൾ വെറുതെ ഉപയോഗിക്കുകയല്ല, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എങ്ങനെയാണ്, ഗെയിംസൊക്കെ ലേണിങ്ങിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ പ്രോജക്റ്റിൽ ലീഡ് ചെയ്യാനായിട്ടുള്ള പിന്നെ റിയൽ ലൈഫ് സിനാരിയോയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ക്യൂരിയോസിറ്റി, അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ പുതിയ ടോപ്പിക്സ് അവർ ഇഷ്ടപ്പെടുന്ന ടോപ്പിക്സിലേക്ക് എങ്ങനെ പോകാനായിട്ട് പറ്റും, റെഗുലറായിട്ട് അവർക്ക് എങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സർവൈവലിന് നമുക്ക് വേണ്ടത്. അപ്പം ഈ പല പഠനങ്ങളും ഒരുപാട് കുട്ടികൾ, ഞാനുമായിട്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടുന്ന പല പഠനങ്ങളും വേസ്റ്റാണ്. പഠിച്ചിട്ടുള്ളതിൽ 3% പോലും ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കില്ലൊക്കെ അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം എവിടേക്കാണ് ലൈഫ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി നിങ്ങൾ ബസ്സിന് കയറി, കൊച്ചി ബസ് സ്റ്റാൻഡിൽ പോയിട്ടാണ് എറണാകുളത്തെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കയറിയത്. നിങ്ങൾക്ക് പോകേണ്ടത് കണ്ണൂർക്കാണ്. നിങ്ങൾ ആ വണ്ടി കയറിയിരുന്നു, ഡ്രൈവർ വന്നത് അതിപ്പോൾ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. നിങ്ങൾ നോക്കിയപ്പോഴത്തേക്കും വണ്ടി ചേർത്തല കഴിഞ്ഞു. വാട്ട് വാസ് എ പ്രോബ്ലം? വണ്ടി തെറ്റിപ്പോയി. ബോർഡ് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ കണ്ണൂർ കണ്ടുകൊണ്ടാണ് കയറിയത്. പക്ഷേ കണ്ണൂർ ട്രിവാൻഡ്രം ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇല്ല, 2 സൈഡിലും പോയി നോക്കിയില്ല, നമ്മൾ ഇല്ല വെരിഫൈ ചെയ്തില്ല, ആരോടും ചോദിച്ചില്ല. ഇപ്പം മനസ്സിലാക്കി വണ്ടി മാറിപ്പോയെന്ന് മനസ്സിലാക്കി. എന്താ ചെയ്യേണ്ടത്? ഇപ്പം ഇറങ്ങണം. ഇനിയും വണ്ടി നീങ്ങിപ്പോകും തോറും എന്തുവാണ്, ഒരുപാട് നഷ്ടം, സമയവും ഓപ്പർച്യൂണിറ്റിയും നഷ്ടപ്പെടുകയാണ്. അപ്പം പല ആൾക്കാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയും. നിങ്ങളിപ്പോൾ എടുത്തേക്കുന്ന ബിസിനസ് നിങ്ങൾ തെറ്റായ ബിസിനസ്സാണ്, നിങ്ങൾക്ക് പറ്റിയ ബിസിനസ് അല്ലെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അപ്പോൾ അറിയണം അപ്പം പഠിച്ചിട്ട് മാത്രമേ ബിസിനസ് എടുക്കാവൂ, പഠിച്ചിട്ട് മാത്രമേ ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രമേ തൊഴിലിൽ പോകാവൂ. അപ്പോൾ ആ ബസ്സിൽ നിന്ന് ആദ്യം ഇറങ്ങാനായിട്ട് അപ്പം നിങ്ങളെക്കുറിച്ച് പഠിക്കണം. അത് എന്ത് തോന്നുമെന്നുള്ള ചിന്തയാണ് പലരും ഇറങ്ങാനായിട്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ്. പക്ഷെ അത് അവരുടെ ലൈഫിനെ തന്നെ തകർക്കാനുള്ളൊരു വേടം മാറണം. നമ്മൾ ഡിസിഷൻ എടുക്കാൻ വൈകും തോറും നമ്മുടെ സക്സസ്സിലേക്ക് എത്താനുള്ള ദൂരം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അല്ല, അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പം ഏറ്റെടുക്കാൻ പോകുന്നത് എനിക്ക് പറ്റിയതാണോ എന്ന് ചോദിക്കണ്ടേ. എനിക്ക് എന്തെല്ലാം കഴിവുണ്ട്, എനിക്ക് ചേർന്നാണോ, എൻ്റെ പാഷന് ചേർന്നാണോ, എൻ്റെ ടാലൻസിന് ചേർന്നാണോ, അല്ലെങ്കിൽ എൻ്റെ സ്കില്ലിന് ചേർന്നതാണോ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സ്കോപ്പ് ഉള്ളതാണോ, എൻ്റെ ലൈഫ് ഗോളുമായിട്ട് ലൈഫ് പർപ്പസുമായിട്ട് മാച്ച് ചെയ്യുന്നതാണോ, ഇങ്ങനെ നോക്കിയിട്ട് അതൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് ഇരുന്ന് തന്നെ നിങ്ങൾ അത് വേർത്തിയാണ് അത് പഠിച്ചതിന് ശേഷം. അപ്പോൾ ഇത് പേരൻസിന് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ ലൈഫ് പർപ്പസുമായിട്ട് ചേർന്നത്, അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ്, അവരുടെ സ്കില്ല്, അവരുടെ പാഷൻ, അതിനൊക്കെ ചേർന്ന കരിയറിലേക്ക് അവരെ തിരിച്ചു വിടാനായിട്ട് അതിൽ ലോകത്തിൽ കിട്ടാവുന്നത് ബെസ്റ്റ് എന്താണ്, അപ്പോൾ ഇത് കണ്ടെത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്കോപ്പുള്ളൊരു ജോലി എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് എല്ലാവരും പറയുന്നത് കേട്ടുകൊണ്ട് പോയി ചെയ്യുകയല്ല വേണ്ട. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു മേഖല തന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ സാർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ യാതൊരു കാര്യങ്ങളും നമ്മളിലില്ല. സാർ തന്നെ പറഞ്ഞു, ജപ്പാനിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ചുകൂടി കുട്ടികളെ കെയർ ചെയ്തുകൊണ്ട് അവരെ ഓവറോൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുക്കണം. നമ്മുടെ പേരൻസ് അപ്പോൾ അത്രമാത്രം പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം അവരെന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ നല്ല രീതിയിൽ അവയർനെസ് ആയിരിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. സ്കൂളിൽ ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് എന്തറിയാം? അതെ, അവരും ആകെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എംപ്ലോയ്മെൻറ്റ് മാത്രമാണ്. അവർക്ക് കിട്ടിയതല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ പേരൻസ് ഇത് വിദഗ്ധരുമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ട് കുട്ടികളെ അതിലേക്ക് നമ്മൾ തിരിച്ചു വിടണം. ഇന്നതിന് നമുക്ക് ആവശ്യമുള്ളത് പണ്ടത്തെ പോലെ അല്ല. നമുക്ക് ഇന്ന് ഇൻഫർമേഷൻ ഓവർലോഡ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് ഒത്തിരി പഠിക്കുന്നു. അപ്പം ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു കാര്യം എടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു ഫുഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ 2000 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്ത് ബുഫേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വപ്നത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന എല്ലാ ഫുഡുകളും അവിടെ നിരത്തി വെച്ചേക്കും. എത്ര വേണമെങ്കിലും, എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം. അയാൾ എന്താ ചെയ്യാൻ പോകുന്നത്? അയാളെല്ലാം എടുത്ത് കഴിച്ച് വയറങ്ങ് നിറയും, ഭയങ്കരമായിട്ട് നിറഞ്ഞ് അൺകംഫർട്ടബിൾ ആകും. പക്ഷേ
അയാൾക്ക് എന്താണ് കഴിക്കേണ്ടത്, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കഴിക്കരുത് എന്നുള്ളത് അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അയാൾക്ക് ആവശ്യമുള്ളത് മാത്രമേ അയാൾ കഴിക്കുകയുള്ളൂ. ആവശ്യമില്ലാത്ത ഒന്നും കഴിക്കില്ല, ആവശ്യമില്ലാത്തതിന് വേണ്ടി സമയവും കളയത്തില്ല. ഇത് തന്നെയാണ് എഡ്യൂക്കേഷൻ. നമുക്ക് വേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള അതിന് പേരൻ്റൽ ഗൈഡൻസ്. പേരൻസിന് അറിയത്തില്ലെങ്കിൽ ഇതുപോലുള്ളിടത്തുനിന്ന് ഒരുപാട് സ്ഥലത്തുനിന്ന് പഠിക്കാം, ഇല്ല പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകാം. അപ്പോൾ എക്സ്പെൻസ് ആകും, പക്ഷേ അത് നമുക്ക് ഫ്യൂച്ചറിലുള്ളൊരു ലക്ഷം ടൈം നമുക്ക് റിട്ടേൺസ് കിട്ടുന്ന. അത് നമ്മൾക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ആക്ച്വലി എല്ലാ പേരൻസും ഇൻവെസ്റ്റ് ചെയ്യണം മക്കളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നല്ല ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ പറയേണ്ടതുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ തീരുമില്ല, മറ്റൊരു വീഡിയോയിൽ ഞാൻ തരാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു.